കോട്ടയം ജില്ലയിൽ ഖനനം നിരോധിച്ചു. മഴ തുടരുകയും അതിശക്തമായ മഴ മുന്നറിയിപ്പ് ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകും വരെ ജില്ലയിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും നിരോധിച്ചതായി ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ഉത്തരവിറക്കി. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ഒപ്പം ചേരുന്നു. മിഥുൻ, ഖനനം നിരോധിക്കുന്നു, മഴ കനത്തു പെയ്യാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു ആ തീരുമാനം, അല്ലേ? തുടർന്നുള്ള ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് കോട്ടയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ഇപ്പോൾ ഖനന നിരോധനം നീട്ടിയിരിക്കുന്നത്. നേരത്തെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ഖനനം നിരോധിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവ് നീട്ടുകയാണ്. ഇപ്പോൾ അനിശ്ചിതകാലത്തേക്കാണ് ഖനനം നിരോധിച്ചുകൊണ്ട് കളക്ടർ ജോൺ ബി സാമുവൽ ഉത്തരവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനവും അനിശ്ചിതകാലത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. അത് തീക്കോയി പഞ്ചായത്തിലെ മാർമല അരുവിയിലേക്കും അവിടുത്തെ വെള്ളച്ചാട്ടത്തിലേക്കുമുള്ള പ്രവേശനം അനിശ്ചിതകാലത്തേക്ക് നിരോധിച്ചു. ഒപ്പം തന്നെ പ്രധാന ടൂറിസം കേന്ദ്രമായിട്ടുള്ള ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രയും നിരോധിച്ചിട്ടുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. ഈ സാഹചര്യത്തിലാണ് ഇവിടെ രാത്രികാല യാത്ര നിരോധിച്ചിരിക്കുന്നത്. മറ്റു വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കൽ കല്ല് എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനവും 30-ാം തീയതി വരെ, മെയ് 30-ാം തീയതി വരെയാണ് ഈ മേഖലകളിലേക്കുള്ള നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ സർക്കാർ ഉദ്യോഗസ്ഥർ സ്റ്റേഷൻ വിട്ടു പോകരുത് എന്നുള്ള നിർദ്ദേശവും ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ADM, ഡെപ്യൂട്ടി കളക്ടർമാർ, RDOമാർ, തഹസിൽദാർമാർ, കളക്ടറേറ്റ് എന്നിവിടങ്ങളിലുള്ള സീനിയർ സൂപ്രണ്ടുമാർ, വില്ലേജ് ഓഫീസർ തുടങ്ങിയ എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരും സ്റ്റേഷൻ പരിധിയിൽ തന്നെ തുടരണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, നഗരസഭ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവരും സ്റ്റേഷൻ വിട്ടു പോകരുതെന്നും ഏതെങ്കിലും ഘട്ടത്തിലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും ഇപ്പോൾ അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ശരി മിഥുൻ അയ്യപ്പൻ.